ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് കുറച്ച് വൈകിപ്പോയോന്ന് അറിയില്ല. ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് കൊട്ടിയൂർ പോയില്ലായിരുന്നു. പിന്നെ അവിടെയുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ഇവിടെ കുറച്ച് ചെടികൾ നടലും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം ചളിയൊക്കെയാണ് മുഖത്തും കൈക്കും ഒക്കെ ആയിട്ട്. ഞങ്ങളിത് കൊട്ടിയൂർ പോകുന്ന വഴിയാണ്. അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. സാധാരണ കൊട്ടിയൂർ ഉത്സവ സമയത്ത് മഴ തന്നെയാണ്. ജൂൺ 8 മുതൽ ജൂലൈ 4 തീയതി വരെയാണ് കൊട്ടിയൂർ മഹോത്സവം ഉണ്ടായത്. അവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ സതീദേവി അഗ്നിക്കിരയായ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റോട്ട് നല്ല ഉള്ള സ്ഥലമാണ്, കാടും എല്ലാം ഒക്കെ. ഇരുട്ടിയിലാണ് ഈ സ്ഥലം കൊട്ടിയൂരമ്പലം ഉള്ളത്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിന് നടുവിലായിട്ടാണ്. അത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഹോമം ചെയ്യുന്ന ഒരു സ്ഥലം. ഇത് ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കത്തിച്ചളയും എന്നാണ് പറയുന്നത് കേട്ടത്. എല്ലാ ദിവസവും എപ്പോഴും എല്ലാ ദിവസവും അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ആണുങ്ങൾക്കാണ് പ്രവേശനമുള്ളൂ. പിന്നെ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അറിയപ്പെടുന്നുണ്ട്. ഇക്കരെ കൊട്ടിയൂരിൽ ശിവൻ്റെ ഇതാണ്, അവിടെ ശിവനെയാണ് പൂജ ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഉത്സവം അവിടെ എപ്പോഴും ഓപ്പണാണ്. ഇവിടെ ജൂൺ മാസം അങ്ങനെയുള്ള സമയത്തേ ഉള്ളൂ. ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ദിവസം. പിന്നെ അവിടുത്തെ പ്രത്യേകത ഓടപ്പൂവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓടപ്പൂവ് ആണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവും. എല്ലാ വീട്ടിലും ഞങ്ങളെല്ലാവരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഓടപ്പൂവ് വാങ്ങിച്ചിരിക്കും. അത് ഒരു വീട്ടിൻ്റെ ഐശ്വര്യം എന്നാണ് പറയുന്നത്. ഓടപ്പൂ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളിവിടെ ഫ്രഷാകാൻ നിർത്തിയിട്ടതാണ്. അപ്പോഴത്തെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം യാത്ര തുടർന്നു. അധിക ദൂരമൊന്നുമില്ല, ഏകദേശം എത്തിക്കഴിഞ്ഞു. പുഴയുടെ സൈഡിൽ പുഴയുടെ നടുക്കരയ്ക്കാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയെല്ലാവരും കുളിച്ച് ഈറനോടുകൂടിയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുക. 2 പാലം സ്ഥിതി ചെയ്യുന്നുണ്ട്, അപ്പുറം ഇപ്പുറമായിട്ട്. ഒരു പാലത്തിൽ കൂടെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഹോമം ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് രാവിലെ മുതൽ ക്യൂ നിന്ന് കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേ അവിടെ എത്തും. അപ്പോഴേക്ക് ക്ഷീണം പിടിച്ചു പോകും. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത വേറെ പാലത്തിൽ കൂടിയാണ് പോയത്. അവിടെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഉണ്ടായിരുന്നു. പക്ഷേ ഹോമം ചെയ്യുന്നതൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കൊട്ടിയൂർ ക്ഷേത്രം ഒന്ന് വെള്ളത്തിൽ കൂടി ഒന്ന് ചുറ്റിക്കാണോന്നല്ലാണ്ട് വേറെ ഉള്ളിലെ ഹോമമൊന്നും കാണാൻ പറ്റില്ല. അത് ആ പാലത്തിൽ കൂടെ ഞങ്ങൾ പോയത്. ഇപ്പോഴത്തെ പാലം നല്ല ക്യൂ ആയിരുന്നു. ഇവിടെ തിരക്കല്ല, നല്ല തിരക്കായിരുന്നു. നരജീവികളുണ്ടാവില്ല, ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ കുളിക്കുന്നതാണ്. ക്യാമറ തിരിച്ചുകൊണ്ട് ചെറിയ ആകാശത്ത് ഇതല്ല അനിക്ക് പിടിച്ചിട്ടുള്ള നേരെ കുളിപ്പിച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമായിരുന്നു. കാലൊക്കെ ഇങ്ങനെ തണുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഴയും കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു. ഇതാണ് ഇതിനാണ് ഓടപ്പൂവെന്ന് പറയുക. ഇത് മുള പതുക്കി ഇതാക്കിയതാണ് ഓടപ്പൂ. കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്.
കുട്ടികൾക്കും വെള്ളമാണ്. ഇതിനിടയിൽ എൻ്റെ ബാഗ് താഴത്ത് വീണു. കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടുന്ന് പറശ്ശിനിക്കട തന്നെ മാമനക്ക് അവിടെ പോയിട്ട് പോകാറുണ്ട്. അത് നമുക്ക് തോന്നുന്നുണ്ടാവും. അവിടെ നടന്നിട്ടാണ് പോകാറ്.